കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ വിചാരണ നടപടികളുടെ ഭാഗമായി മുതിർന്ന CPM നേതാക്കളായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് ഇവർ കലൂർ PMLA കോടതിയിൽ ഹാജരായത്. കേസ് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണെന്നും CPM പ്രവർത്തകർ ആയതുകൊണ്ട് മാത്രമാണ് തങ്ങൾ പ്രതികളായതെന്നും നേതാക്കൾ പ്രതികരിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാമത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ പ്രതി ചേർക്കപ്പെട്ടതിന്റെ ഭാഗമായാണ് AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് കോടതിയിലെത്തിയത്. നേരത്തെ കുറ്റപത്രത്തിനെതിരെ നേതാക്കൾ കോടതിയെ സമീപിച്ചെങ്കിലും കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ വിചാരണയിലേക്ക് കടക്കാൻ പര്യാപ്തമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. കള്ളപ്പണക്കേസിൽ 67-ാം പ്രതിയായാണ് AC മൊയ്തീനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. K രാധാകൃഷ്ണൻ 70-ാം പ്രതിയാണ്. കേസിൽ CPM നേതാക്കൾക്ക് പുറമെ CPM-നെ തന്നെയും ED കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നിയമവിരുദ്ധ വായ്പകളിൽ നിന്നുള്ള കമ്മീഷൻ പണം പാർട്ടി ഓഫീസ് പണിയാൻ ഉപയോഗിച്ചതായി ED ആരോപിക്കുന്നു. AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് 2017-ൽ പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫീസ് പണിയാൻ തീരുമാനിച്ചത്. ഇതിനായി സഹകരണ ബാങ്കിൽ പ്രത്യേക അക്കൗണ്ടുകൾ തുടങ്ങിയെന്ന് ED പറയുന്നു. വഴിവിട്ട ലോൺ അനുവദിച്ചവരിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ പണം വാങ്ങി ഈ പണത്തിലേക്ക് നിക്ഷേപിച്ചുവെന്നാണ് കണ്ടെത്തൽ. വഴിവിട്ട രീതിയിൽ ലോണുകൾ അനുവദിച്ചെന്നും പിന്നീട് ഇവർ തിരിച്ചടച്ചില്ലെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. കുറ്റം ചെയ്തതുകൊണ്ടല്ല CPM പ്രവർത്തകരായതിനാലാണ് പ്രതികളായതെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഫർദർ ഡീലിങ്സ് എന്താണെന്ന് വേണ്ടത് വക്കീലുമാരുണ്ടല്ലോ, അപ്പോൾ അവർ തീരുമാനിക്കും. ഈ കേസിൽ 68-ാം പ്രതിയാണല്ലോ പാർട്ടി. അപ്പോൾ പാർട്ടി കൂടി പ്രതികൾക്ക് ഒരു കേസ് നിലയിൽ എങ്ങനെ കാണും? പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇതിൻ്റെ മുന്നിൽ. CPM-നെയും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് കേസിൽ പ്രതി. ഞങ്ങൾ CPM ആയതുകൊണ്ട് മാത്രം പ്രതികളാവുന്ന, അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് പ്രതികളാവുന്നതല്ല. ആകെ 83 പ്രതികളാണ് പ്രതിപട്ടികയിലുള്ളത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ED ആരോപിക്കുന്നത്. 128 കോടി രൂപ പ്രതികളിൽ നിന്ന് കണ്ടുകിട്ടിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.